ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ സ്പാരോസ്. ഒരു പഴയ ഡോളിനെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു പ്രിൻസസ് ലുക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഡോളിൻ്റെ പഴയ ലുക്ക് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഈ ഫോം പേപ്പറാണ്. ഈ കുഞ്ഞു ഡോളിനെ ചെയ്തെടുക്കാൻ ഒരു ഫോം ഷീറ്റ് തന്നെ ധാരാളമാണ്. ഞാൻ 2 കളറിലുള്ള ഫോം ഷീറ്റാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഫോം ഷീറ്റിൻ്റെ വില 25 രൂപയാണ്. ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ എടുത്താലും മതി. പിന്നെ ഒരു സിസറും സൂചിയും നൂലും ഗമ്മും കുറച്ച് ബീഡ്സും മതി ഈ വർക്ക് ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് ഉടുപ്പ് തുന്നാനുള്ള ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അതിനായി ഒരു കോർണറിൽ നിന്ന് ഡോളിൻ്റെ ചെസ്റ്റ് ലെങ്ത് പ്ലസ് 2 സ്ലീവിൻ്റെ ലെങ്തും കൂടെ കൂട്ടി കിട്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്യണം. ഇനി ഡോളിൻ്റെ ഉടുപ്പിന് എത്ര ഇറക്കം വേണോ ആ ഇറക്കത്തിൻ്റെ ഡബിൾ ലെങ്ത് താഴേക്ക് മാർക്ക് ചെയ്യണം. ഇനി ഈ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ റെക്റ്റാങ്കിളിനെ 2ആയി മടക്കിയെടുക്കാം, ഇതുപോലെ. ഇനി നമുക്ക് നെക്ക് പോർഷൻ മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഹെഡ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഡോളാണെങ്കിൽ ഹെഡ് മാറ്റിയിട്ട് ഇത് അതിൻ്റെ ദേഹത്തേക്ക് ഇട്ട് കൊടുക്കാം. ഹെഡ് റിമൂവ് ചെയ്യാൻ കഴിയാത്ത ഡോളാണെങ്കിൽ അതിൻ്റെ പുറകു ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ ദേഹത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പുറകു ഭാഗം തുന്നിച്ചേർക്കാവുന്നതാണ്. കട്ട് ചെയ്ത ഫോം പേപ്പർ ഡോളിൻ്റെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് തുന്നിയെടുക്കാം. അങ്ങനെ 2 സൈഡും തുന്നിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൈ ഇച്ചിരി ലൂസാണ്, അത് മാറ്റിയെടുക്കാൻ സൂചി നൂലും ഉപയോഗിച്ച് 2 സൈഡും ഓരോ നോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. സ്കേർട്ട് തുന്നിയെടുക്കാൻ ഡോളിൻ്റെ സ്കേർട്ടിന് എത്ര നീളം വേണമെന്നുള്ളത് മെഷർ ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ നീളത്തിൻ്റെ ഇരട്ടി നീളം ഡയഗണലി വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ വെട്ടിയെടുക്കുക. ഈ സ്ക്വയർ പേപ്പർ ഫോം പേപ്പറിന് മുകളിൽ വെച്ച് സ്ക്വയർ ഷേപ്പിലുള്ള ഫോം പേപ്പറുകൾ വെട്ടിയെടുക്കാം. 2 കളറിലുമുള്ള ഈക്വൽ നമ്പർ ഓഫ് സ്ക്വയർ പേപ്പേഴ്സ് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വയർ പേപ്പേഴ്സിനെ മടക്കിയെടുക്കാം. അതിനായി ഈ സ്ക്വയർ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. 2 കളറിലുള്ള എല്ലാ സ്ക്വയർ ഫോം പേപ്പറുകളും ഇതുപോലെ മടക്കിയെടുക്കണം. ഇനി ഒരു സൂചി നൂല് എടുക്കുക. ആ നൂലിൻ്റെ തുമ്പിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഓരോ ഫോം ഷീറ്റിൻ്റെയും ഈ മുകൾ ഭാഗത്തു കൂടി ഇനി സൂചി കോർത്തെടുക്കാം. ഞാനിവിടെ ഓൾട്ടർനേറ്റായി സെയിം കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി അടുത്തത് നമുക്ക് യെല്ലോ എടുക്കാം. ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ മടക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫോം പേപ്പറിൻ്റെയും സെയിം പോയിന്റിൽ കൂടിയാണ് സൂചി കോർത്തെടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കാം. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അൺഫോൾഡ് ആയി പോകും. അപ്പോൾ കുറച്ച് കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നിടവിട്ട് സെയിം കളർ വെച്ച് അങ്ങനെ കോർത്തെടുക്കുകയാണേ. അങ്ങനെ നമ്മൾ എല്ലാം മടക്കി വെച്ച ഫോം ഷീറ്റുകളും കോർത്തെടുത്തു. ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ മുകൾ ഭാഗത്തു കൂടിയാണ് സൂചിയും നൂലും കോർത്തെടുത്തിരിക്കുന്നത്. നൂല് കോർത്തെടുത്ത ഭാഗം ഡോളിൻ്റെ ഹിപ്പ് റീജിയനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട്
നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കേണ്ടതാണ്. ദേ ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ ദേ ഇതുപോലെ സ്കേർട്ട് വിടർന്നു വരും. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗം കോർത്ത് കെട്ടിക്കൊടുക്കാം. അതിനായി ആദ്യം എല്ലാ മടക്കുകളും കറക്റ്റായി പിടിച്ചു വയ്ക്കാം. ഇനി എല്ലാ ഫോം പേപ്പറിൻ്റെയും 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഈ ഭാഗം സൂചിയും നൂലും ഉപയോഗിച്ച് കോർത്തെടുക്കാം. ദേ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നൂലിൻ്റെ രണ്ടറ്റവും പിടിച്ച് നല്ല ടൈറ്റായി കെട്ടിക്കൊടുക്കാം. ഷോൾഡറിന് മുകളിൽ നോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സ്ലീവ് പഫ്ഡ് സ്ലീവാക്കി മാറ്റാം. ക്ലിയർ ആവാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഫോം ഷീറ്റിൻ്റെ കോർണർ ടു കോർണർ നമ്മൾ മടക്കി ദേ ഇതുപോലെ മടക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഡോളിൽ അറ്റാച്ച് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇതുപോലെയാണ് ഡോളിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം ഇതുപോലെ കോർത്ത് മുകൾ ഭാഗം കെട്ടി, എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തു കൂടിയാണ് കോർത്ത് താഴ്ഭാഗം കെട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ടിന് ഒരു ഫിഷ് ടെയിൽ പാറ്റേൺ കൊണ്ടുവരണം. അതെങ്ങനെയെന്ന് നോക്കാം. ഈ യെല്ലോ കളർ ഫോം പേപ്പറിൻ്റെ 4 എണ്ണവും ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് വെച്ചിട്ട് അവിടെ നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ച് ഒരു നോട്ട് ഇട്ട് കൊടുക്കും. ഇതേ ലെവലിൽ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ ഫിഷ് ടെയിൽ പാറ്റേൺ കിട്ടാൻ യെല്ലോ കളറിനും മജന്തയ്ക്കും ഇടയിൽ നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഫിഷ് ടെയിൽ പാറ്റേൺ കിട്ടും. അതിനുശേഷം ഓരോ നോട്ടിന് മുകളിലും ഗം ഒട്ടിച്ചതിന് ശേഷം ബീഡ്സ് വെച്ചാൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉടുപ്പിൽ കുറച്ച് ബീഡ്സ് വെച്ച് കൊടുക്കാം. ബീഡ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഗം പുരട്ടിക്കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായി നമുക്ക് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു പഴയ ഡോളാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് കറുത്ത പാടുകളുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് ഇതിൻ്റെ ഫേസ് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു സ്കിൻ കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് റെഡും വൈറ്റുമാണേ. വൈറ്റ് ഇച്ചിരി കൂടുതലും റെഡ് തീരെ കുറച്ചുമെടുത്ത് ആദ്യം മിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോൾ ദേ ഈ ഒരു കളറാണ് കിട്ടിയത്. ഈ കളർ കുറച്ചുകൂടി ലൈറ്റ് ആക്കാൻ കുറച്ചുകൂടി വൈറ്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്കിൻ കളർ കിട്ടാൻ കുറച്ച് യെല്ലോ കൂടി ആഡ് ചെയ്യുന്നു. ദേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്കിൻ കളർ. എത്രത്തോളം പെയിൻറ്റ് ആവശ്യമാണോ അത് ആദ്യമേ തന്നെ അത്രയും ക്വാണ്ടിറ്റി മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തെടുത്ത കളർ തീർന്നിട്ട് പിന്നീട് വീണ്ടും മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. കാരണം നമ്മൾ പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ ആദ്യത്തേൻ്റെ സെയിം ഷെയ്ഡിലുള്ളത് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ വരുമ്പോൾ പല സ്ഥലത്തും പല ഷെയ്ഡിലുള്ള പെയിൻ്റ് ആകും വരിക. ഡോളിൻ്റെ നെക്കിലും ഹാൻഡിലുമൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോളിൻ്റെ ഇപ്പോഴത്തെ ഐബ്രോ പെയിൻറ്റ് വെച്ച് മാസ്ക് ചെയ്തിട്ട്
ബ്ലാക്ക് പെയിൻറ് കൊണ്ട് പുതുതായിട്ട് ഐബ്രോ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിന് ഇതുപോലത്തെ തിൻ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രിൻസസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം.